അങ്ങനെ പറഞ്ഞാൽ വലസിമഹു ദബുഹ, അവന് നിർബന്ധവുമാണ് ദബുഹ, ആ മൃഗത്തെ അറുക്കൽ നിർബന്ധമാണ്. ഇനി വൈൻകാലത്ത് മുജ്സിയത്തൻ, അത് മുജ്സിയത്താണെങ്കിൽ ഉളുഹിയത്തിന് മതിയാകുന്ന മൃഗമാണ്, അല്ലെങ്കിൽ ഹദീന് മതിയാകുന്ന മൃഗമാണ്, അല്ലെങ്കിൽ അഖീഖത്തിന് മതിയാകുന്ന മൃഗമാണ്. അങ്ങനെ ഫഹദസ ഫിഹ, അതിൽ ഉണ്ടായിത്തീർന്നു മാ യംനഉൽ ഇജ്സാ, ഇജ്സാഇനെ തടയുന്ന ഒന്ന്, മതിയാകലിനെ തൊട്ട് തടയുന്ന ഒന്ന് അതിലുണ്ടായി. എന്നാൽ കമാമറ, അത് മുമ്പ് കഴിഞ്ഞു. വശർത്തുഹാ സലാമത്തുൻ എന്ന് പറഞ്ഞതിന്റെ ഷറഹിൽ ആ വിഷയം കഴിഞ്ഞു. അതിന് അറക്കൽ നിർബന്ധമാണ് ഫി ഹാദൽ വക്തി സാബിഖ്, മേൽ പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത്. അതായിട്ട് അറക്കൽ നിർബന്ധമാണ്. വഹുവ, അതേതാണ്? അവ്വൽ വക്തിന് യൽഖാഹു ബഅദൽ നദ്രി, നേർച്ചയാക്കിയ ശേഷം അവൻ എത്തിക്കുന്ന ആദ്യ സമയമാണ്. നേർച്ചയാക്കിയ ശേഷം എത്തിക്കുന്ന ആദ്യ സമയം എന്ന് പറഞ്ഞാൽ, ആ നേർച്ചയാക്കിയ ശേഷം വരുന്ന ആദ്യത്തെ പെരുന്നാൾ, ആ പെരുന്നാളിൻ്റെ സമയത്താണ് അറക്കേണ്ടത്. ഉദ്ദേശം യൗമുൻ നഹർ, അയ്യാമു തശ്രീഖ് കൂടിയാണ്, അല്ലാതെ അതിൻ്റെ ആദ്യ ദിവസം ആദ്യ സമയം എന്ന് മാത്രം ഉദ്ദേശമല്ല. പക്ഷേ അവിടുന്ന് പിന്തിക്കാതിരിക്കണം. പെട്ടെന്ന് അവൻ എന്ത് ചെയ്യണം? അവൻ അറക്കണം, നേർച്ചയാക്കിയതാണല്ലോ, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ പലതും വരാനുണ്ട്. ലിഅന്നഹുൽ തസമഹ ഉളുഹിയ്യത്തൻ, കാരണം ആ മൃഗത്തെ അവൻ ഉളുഹിയ്യത്തായിട്ട് ആണല്ലോ നിർബന്ധമാക്കിയത്. ഫതഅയ്യന ലിദബ്ഹിഹ വഖ്തുൽ ഉളുഹിയ്യത്ത്, അങ്ങനെ നിർബന്ധമാക്കിയത് കൊണ്ട് അതിൻ്റെ അറവിന് ഉളുഹിയ്യത്തിൻ്റെ വഖത്ത് തന്നെ നിജമായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നേർച്ചയാക്കിയാൽ സംഗതി പന്തായി, അത് ആ നേർച്ചയാക്കലോട് കൂടെ അവൻ്റെ മിൽക്കിൽ നിന്ന് പോയി. വളരെ ശ്രദ്ധിക്കേണ്ട മസാലയാണ്. ഉളുഹിയ്യത്തിന് പറ്റാത്ത മൃഗത്തെ, അതായത് പ്രായം തികയാത്ത മൃഗത്തെ ഒരാൾ ഉളുഹിയ്യത്തിറക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഇത് ഉളുഹിയ്യത്താണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഉളുഹിയ്യത്താക്കി എന്ന് പറഞ്ഞു, ഇത് അഖീഖത്താണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അഖീഖത്ത് അറക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ അതിനെ ഞാൻ അഖീഖത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് അതെന്തായി മാറുന്നു? അത് നിർബന്ധമായി വരും. അപ്പൊ ഈ നിർബന്ധമാകുന്ന ആ സമയത്ത് തന്നെ അത് അവൻ്റെ മിൽക്കിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ നിർബന്ധമാക്കുന്ന സമയത്ത് അത് ഷർത്ത് പൂർണ്ണമായതല്ലെങ്കിൽ അവൻ നേർച്ചയാക്കിയതായ ആ ഉളുഹിയ്യത്ത് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ കിടക്കുകയാണ്. ഇതുകൊണ്ട് ആ ഉളുഹിയ്യത്ത് കൂടൂല, ഇത് ഉളുഹിയ്യത്താവൂല. എന്നാലും ഇതിന് അറക്കൽ നിർബന്ധമാണ്. ഉളുഹിയ്യത്ത് ചെലവാക്കുന്നത് പോലെ അത് ചെലവാക്കലും നിർബന്ധമാണ്. അതുപോലെ അഖീഖത്തും അങ്ങനെ തന്നെയാണ്. ഷർത്തോക്കാത്തതാണെങ്കിൽ ഇത് ഞാൻ അഖീഖത്താക്കി, ഇത് അഖീഖത്താണ് എന്നൊക്കെ പറഞ്ഞാൽ, നേർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞാൽ ആ പറച്ചിലോട് കൂടെ ആ സാധനം അവൻ്റെ മിൽക്കിൽ നിന്ന് പോയി. പക്ഷേ നേർച്ചയാക്കിയ അഖീഖത്ത് അവൻ്റെ നിമ്മത്തിൽ അവിടെ നിൽക്കുകയാണ്. അഖീഖത്ത് നേർച്ചയാക്കിയത് അതുകൊണ്ട് കൂടുന്നതും അല്ല. വൈന്നമാലം യജിബിൽ ഫൗറു ഫി അസ്ലിൽ നുദൂരി വൽ കഫാറാത്ത്, ഈ നേർച്ചകളുടെ അസ്ലിൽ അതുപോലെ കഫാറത്തുകളൊന്നും
ഫൗർ നിർബന്ധമില്ലല്ലോ. അപ്പോൾ മുത്തലക്കായ നേർച്ചകളാണ്. ഈ പറഞ്ഞ ഉളുഹിയ്യത്തോ ഹദിയോ അഖീഖത്തോ എന്നല്ല. മുത്തലക്കായ നേർച്ചയാണെങ്കിൽ അവിടെ ഫൗറിയത്ത് നിർബന്ധമില്ല. അതേപോലെ കഫാറത്ത് നിർബന്ധമായി കഴിഞ്ഞാലും അവിടെയും ഫൗറിയത്ത് നിർബന്ധമില്ല. ലിഅന്നഹ മുർസലത്തുൻ ഫി ദിമ്മത്തി. അത് വ്യത്യാസം എന്താണ്? ആ പറയപ്പെട്ട നേർച്ചകളും കഫാറത്തുകളുമെല്ലാം അവൻ്റെ ദിമ്മത്തിൽ മുർസലത്താണ്, കൈതാക്കപ്പെട്ട രൂപത്തിൽ ഉള്ളതല്ല. സമയം കൊണ്ട് കൈതാക്കപ്പെട്ടിട്ടില്ല. ദിമ്മത്തിൽ അങ്ങനെ അത് മുർസലായി അയക്കപ്പെട്ട വ്യാപിച്ചു കിടക്കുന്ന രൂപത്തിൽ ഉള്ളതാണ്. വമാഹുന ഇവിടെ ഉള്ളത് ഫി ഐനിൻ, ഒരു നിജമായ ഒന്നിനെ പറ്റിയാണ്. ഇവിടുത്തെ വിഷയം എന്താ? ഉളുഹിയ്യത്ത്. അത് പ്രത്യേകമായ നിജമായ സമയം ശറഅ് അതിന് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ. വഹിയ ലാ തഖ്ബലു തഅഖീറൻ, അത് പിന്തിക്കലിനെ സ്വീകരിക്കുന്നില്ല. കമാ ലാ തഖ്ബലു തഅജീലൻ, അത് തഅജീലിനെയും സ്വീകരിക്കാത്തത് പോലെ. അവധി വെക്കുക, തഅജീലാണെങ്കിൽ അവധി വെക്കുക. ഇനി അവിടെ തഅജീലാണെങ്കിലോ? തഅജീലാണെങ്കിൽ സമയത്തിന് മുമ്പ് ഇറക്കുക. അപ്പൊ ഇത് ശറഅ് അതിന് നിശ്ചിതമായ സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിന് മുമ്പാക്കാനും പറ്റില്ല, ആ സമയത്ത് തൊട്ട് ചിന്തിക്കാനും പറ്റില്ല. മുഅയ്യനാണെന്നാണെങ്കിലാണ് ഈ പറഞ്ഞത് എന്നാണ് ഇവിടെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതാണല്ലോ, വമാ ഹുനാ ഫി ഐൻ വഹിയ ലാ തഖ്ബലു തഅഖീറൻ കമാ ലാ തഖ്ബലു തഅജീലൻ. അങ്ങനെ പറയുമ്പോൾ വയിഷ്കുലു അലൈഹി, അതിൻ്റെ മേൽ ഇഷ്കാലായിട്ട് വരും. അന്നഹു ലൗ ഖാല അലയ്യ അൻ ഉളഹിയ ബിശാത്തിൻ, ഒരാൾ പറഞ്ഞു എൻ്റെ മേൽ ഉണ്ട്, ഒരാട് കൊണ്ട് ഉളഹിയത്ത് ഇറക്കലുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഒരാടിനെ പറഞ്ഞു, ഇന്ന ആട് തന്നില്ല. ഒരാട് കൊണ്ട് ഏതാടുമാകാൻ ഈ ആട് എന്ന് പറഞ്ഞില്ല. എന്നാലോ അങ്ങനെ പറഞ്ഞാലോ കാനത്ത് കദാലിക, അതും അങ്ങനെ തന്നെയല്ലേ. ഒരാൾ പറയാണ് എൻ്റെ മേലുണ്ട്, ഒരാട് കൊണ്ട് ഉളഹിയത്ത് ഇറക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ ആടിനെ ഞാൻ ഉളഹിയത്ത് ഇറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആദ്യമായി വരുന്ന പെരുന്നാളിൽ അറക്കൽ നിർബന്ധമായതുപോലെ ഒരാൾ പറഞ്ഞു എൻ്റെ മേൽ ഉളഹിയത്ത് ഇറക്കൽ നിർബന്ധമാണ് ഒരാട് എന്ന് പറഞ്ഞിടത്തും ആദ്യം വരുന്ന പെരുന്നാൾക്ക് അത് അറക്കൽ നിർബന്ധമാണ് എന്നല്ലേ മസ്അല. അപ്പൊ പിന്നെ എന്തിനാണ് ഹുനാഫി ഐനിൻ എന്ന് പറഞ്ഞത്? അതിന് പറയാം ഇല്ല അൻ യുജാബ, അതിന് ജവാബ് പറയപ്പെട്ടാൽ ഒഴികെ. ബിഅന്ന തഈന ഹുനാ ഹുവൽ ഗാലിബ്, ഇവിടെ തഴീനാണ് അധികം ഉണ്ടാവാൻ. ഇത് ഞാൻ ഉളുഹിയത്താക്കി, അല്ല ഞാൻ ഉളുഹിയത്ത് ഇതിനെ ഉളുഹിയത്തിറക്കം നേർച്ചയാക്കി, ഇങ്ങനെ പറയുന്നിടത്ത് അധികം തഴീനാണ് ഉണ്ടാവാൻ. ആ നിലക്കാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഫഉൽഹിഖ ബിഹി, അപ്പോൾ പിന്നെ ആ ഗാലിബിനോട് ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ മുഅയ്യനോട് ചേർക്കപ്പെട്ടു. മാഫി ദിമ്മത്തി, ദിമ്മത്തിലുള്ള ഒന്നിനെയും ചേർക്കപ്പെട്ടു. ബിഖിലാഫിഹി ഫി തിൽക്കൽ അബ്വാബി, ബിഖിലാഫിഹി അതിന് മാറുകൊണ്ടാസി ആ ബാബുകളിൽ.
നേർച്ചൻ്റെ ബാബുകളിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചേർക്കാത്തത്. വഖറജ ബിഖൗലിഹി ഖാല, മുസല്ലിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കുകൊണ്ട് ഒഴിവായി. ഖാല എന്ന് പറഞ്ഞു. മുസല്ലിഫ് റഹ്മത്തുള്ളാഹി ഇവിടെ പറഞ്ഞു ഫഖാല ലില്ലാഹി, അവിടെ ഖാല എന്ന് പറഞ്ഞത് കൊണ്ട് ഒഴിവായി. നിയ്യത്ത് ദാനിക്ക, അതിനെ കരുതൽ ഒഴിവായി. ഒരാൾ എന്ത് ചെയ്തു? അയാൾ കരുതി എൻ്റെ മേലിൽ നിർബന്ധമാണ് ഞാൻ ഇതിനെ ഉളുഹിയ്യത്താക്കൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ഉളുഹിയ്യത്തറക്കൽ എന്ന് നിയ്യത്ത് ചെയ്താൽ ഫഹിയ ലഹ്വൻ, അത് ലഹ്വാണ്. ഇതുപോലെ നിയ്യത്തിൻ നദരി, നേർച്ചയെ നിയ്യത്താക്കിയാൽ നേർച്ചയാകൂല. നേർച്ചയെ നിയ്യത്താക്കിയാൽ നേർച്ചയാകൂല. അതേപോലെ നിർബന്ധമാകൂല അങ്ങനെ ഒരാൾ നിയ്യത്ത് ചെയ്താൽ. വഫഹമ, മത്തിന് അറിയിക്കുകയും ചെയ്തു. ഖാല എന്ന് പറഞ്ഞ വാക്ക് അന്നഹു മാ ദാലിക്കൽ ഖൗലി ലാ യഹ്താജു ലിനിയ്യത്തിൻ, ആ ഖൗലോട് കൂടെ അവൻ ഇനി നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അറിയിച്ചു. ബൽ ലാ ഇബ്റത ബിനിയ്യത്തി ഖിലാഫി എന്ന് മാത്രമല്ല, അതിൻ്റെ ഖിലാഫിനെ നിയ്യത്ത് ചെയ്യൽ കൊണ്ട് പരിഗണനയും ഇല്ല, പരിഗണിക്കലേ ഇല്ല. ഈ പറഞ്ഞതിന് നേരെ എതിര് അവൻ മനസ്സിൽ കരുതി, അതുകൊണ്ട് പ്രയോജനമില്ല. ലിഅന്നഹു സരീഹ്, കാരണം ഇത് കിനായത്തൊന്നുമല്ല. അപ്പോഴോ ഇത് സരീഹായ വാക്കാണ്. കിനായത്താകുമ്പോഴേ നിയ്യത്ത് ചെയ്യാൻ പറ്റൂ. ഇത് ഇവിടെ സരീഹായത് അതുകൊണ്ട് നിയ്യത്ത് എതിര് ചെയ്തിട്ട് കാര്യമില്ല. വഹീനൈദിൻ, അങ്ങനെയാണ് എങ്കിൽ, കാര്യം അപ്രകാരമായിരിക്കുമ്പോൾ ഫമാ യഖഉ ഫീഹി കസീറുൻ മിനൽ ആമ്മത്തി, ഫമാ ഒന്ന് യഖഉ ഫീഹി, അതിൽ സംഭവിക്കുന്നു, അതിൽ വീണു പോകുന്നു, ആമ്പത്തുന്നാസിൽ അധിക പേർ. എന്താണത്? അന്നഹും യഷ്തറൂന ഉളുഹിയ്യത്തഹും മിൻ അവായിരി സനത്ത്, വർഷത്തിൻ്റെ ആദ്യങ്ങളിൽ അവരുടെ ഉളുഹിയ്യത്തറക്കാനുള്ള മൃഗങ്ങളെ അവർ വാങ്ങുന്നു. വകുല്ലു മൻ സാലഹും അൻഹ, എല്ലാ ഓരോരുത്തരും അവരോട് ചോദിക്കുന്ന, അൻഹ ആ മൃഗത്തെപ്പറ്റി ചോദിക്കുന്ന എല്ലാ ഓരോരുത്തരും യഖൂലുന, ആ ഓരോരുത്തരോടും അവർ പറയും, ഹാദിഹി ഉളുഹിയ്യത്ത്, ഇത് ഉളുഹിയ്യത്താണ് എന്നവർ പറയുകയും ചെയ്യും. ജാഹിരീന, അവർ തന്നെ അറിയാത്തവരായിട്ട്, ബിമാ ഒന്നുകൊണ്ട്, എത്രത്തപോ അത് കറത്തുപാവും, അത് വന്നു ചേരുന്നു, അലാദാലിക്ക അവരുടെ ആ വാക്കിൻ്റെ പേര്, ആ ഇത് വദ്ഹിയ്യത്താണ്, അല്ലെങ്കിൽ ഇത് ഹദിയാണ്, അല്ലെങ്കിൽ ഇത് അഖീഖത്താണ് എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ മേലിൽ ഉണ്ടായിത്തീരുന്ന ആഫത്തുകളൊന്നും ഇവർക്കറിയില്ല. അറിയാത്തവരായ നിലക്ക് ചോദിക്കുന്നവരോടൊക്കെ അവർ എന്ത് പറയുന്നു? ഇത് വദ്ഹിയ്യത്താണ്. ബൽ വ ഖാസിദീന, എന്ന് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നവരായിട്ടും, അൽ ഇഖ്ബാറ അമ്മ അൽമറു, അവർ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നതിന് തൊട്ടുള്ള വിവരം നൽകും.
അതായത് ഓരോ ഉദ്ദേശം ഇപ്പം എന്താണ്? ഈ വാങ്ങിയ മൃഗം ഉളുഹിയ്യത്ത് അറക്കാനുള്ള സുന്നത്തായ ഉളുഹിയ്യത്തിൻ്റെ മൃഗമാണ്, സുന്നത്തായ അക്കീഖത്തിൻ്റെ മൃഗമാണ് എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ അവരെന്തേ പറയുന്നുള്ളൂ? ഇത് ഉളുഹിയ്യത്താണ്, ഇത് അക്കീഖത്താണ് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അങ്ങനെ അവർ പറയുന്ന വലാഹിറു കലാമിഹിം, യത്രത്തിൽ ഫുഖഹായിന്റെ കലാമിന്റെ ലാഹിർ അന്നഹും മാദാലിക, അന്നഹും തീർച്ചയായും ആ ആമ്പത്തുല്ലാസ് മാദാലിക, അതോടുകൂടെ അവർ മനസ്സിലുള്ളത് സുന്നത്തായ ഉളുഹിയ്യത്താണ് അല്ലെങ്കിൽ സുന്നത്തായ അക്കീഖത്ത് അറക്കാനുള്ളതാണ്. അതോടുകൂടെ അവർ ഇത് ഉളുഹിയ്യത്താണ് അല്ലെങ്കിൽ ഇത് അക്കീഖത്താണ് എന്നവർ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഉണ്ടായിത്തീരുന്ന ഹുക്കുമുകളൊന്നും അവർക്കൊക്കെ അറിഞ്ഞുകൂടാ. ആ നിലക്ക് അതോടുകൂടെ അവർ തത്രത്തബു അലൈഹിം തിൽക്കൽ അഹ്കാമു, അവരുടെ മേൽ ഈ ഹുക്കുമുകളൊക്കെ തറത്തുബായി വരും. വിവരമില്ലാതെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സുന്നത്തായ കാര്യത്തെ തൊട്ടുള്ള ഇഖ്ബാർ ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഇത് ഉളുഹിയ്യത്താണ്, ഇത് അക്കീഖത്താണ് എന്നിങ്ങനെ പറഞ്ഞാൽ ആ നിയമങ്ങളൊക്കെ, അതായത് അത് വാജിബായ ഉളുഹിയ്യത്തിലേക്ക് നീങ്ങും, അത് വാജിബായ അക്കീഖത്തിലേക്ക് നീങ്ങും എന്ന് പറയുന്ന അത് മുഷ്കിലുൻ, മുഷ്കില. വഫി തവസുത്തി, തവസുത്തിൽ ഉണ്ട്. ഫി ഹാദാ ഹദിയും, ഹാദാ ഹദിയും, ഇത് ഹദി ആണ് എന്ന് പറഞ്ഞതിൽ ലാഹിറു കലാമി ഷൈഖൈനി, ഷൈഖൈന്റെ കലാമിന്റെ ലാഹിർ അന്നഹു സരീഹുൻ ഫി ഇൻഷായി ജഅലിഹി ഹദിയൻ, അത് സരീഹ് ആണ്, അതിനെ അവൻ ഹദിയാക്കലിനെ ഉണ്ടാക്കുന്നതിൽ, ഈ വാക്കോട് കൂടെ അവൻ അതിനെ ഹദീ ആക്കലിന്റെ മേൽ അറിയിക്കുകയാണ്, ഹദിയാക്കലിനെ ഇൻഷാ ചെയ്യുകയാണ് എന്നതിൽ അത് സരീഹ് ആണ് എന്ന് ഉണ്ട്. വഹുവ ബിൽ ഇഖ്റാറി അഷ്ബഹു, എന്നാൽ അത് ഇഖ്റാറിനോട് അഷ്ബഹാണ്. ഷെയ്ഖിന്റെ കലാമിന്റെ ലാഹിർ അങ്ങനെയാണ്, ഇത് ഇഖ്റാറിനോട് ഏറ്റവും തുല്യതയുള്ളതും ആണ് എന്ന് തവസ്സുത്തിലുണ്ട്. ഇല്ല അൻ യൻവിയ ബിഹിൽ ഇൻഷാ, ഈ പറയുന്ന ആള് അതുകൊണ്ട് ഇൻഷാ ഉദ്ദേശിച്ചാൽ ഒഴികെ എന്ന് തവസ്സുത്തിൽ ഉണ്ട്. അപ്പൊ ഇൻഷാവിനോട് ഇൻഷാ ആകണമെങ്കിൽ അത് ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ അത് ഇക്റാറാണ്, ഇക്റാറിനോട് അഷ്ബഹ് ആണ് എന്നാണ് തവസ്സത്ത് പറഞ്ഞു. എന്നാൽ വയുറന്നു, തവസ്സത്തിന്റെ ഈ പരാമർശം റദ്ദ് ചെയ്യപ്പെടും. ബി അന്നഹു നദീറു ഹാദാ ഹുറുൻ ഔ മബീർ, ഹാദാ ഹദിയുൻ എന്ന് പറഞ്ഞ വാക്ക് ഹാദാ ഹുറുൻ എന്ന് പറഞ്ഞ വാക്ക് പോലെ ഇവൻ ഹുറ, അല്ലെങ്കിൽ മബിഉൻ മിൻക ബി അൽഫിൻ, ഈ സാധനം അല്ലെങ്കിൽ ഇവൻ നിനക്ക് വിറ്റതാണ് 1000 എന്ന് പറയുന്നത് പോലെ ആണ്. അതിനോട്
തുല്യമാകാം. അതിന് സാധാരണ ആരും ഇക്റാറ് എന്ന് പറയാറില്ല. ഫകമാ അന്ന കുല്ലം മിൻ ഹാദൈനി സരീഹുൻ ഫി ബാബിഹി, ഇവ രണ്ടിൽപ്പെട്ട എല്ലാം ഓരോന്നും അതിൻ്റെ ബാബിൽ സരീഹ് ആയതുപോലെ, ഹാദാ ഹുറുൻ എന്ന് പറയുമ്പോൾ ഇത്തിക്കിൻ്റെ ബാബിൽ സരീഹാണ്. ഹാദാ മബിയും മിൽക ബിൽ അൽഫിൻ എന്നത് ബൈൻ്റെ ബാബിൽ സരീഹാണ്. അങ്ങനെ സരീഹായതുപോലെ ഫകദാലിക ദാക, അങ്ങനെ തന്നെയാണ് അതും സരീഹാണ്. അപ്പോൾ ഹാദാ ഹദി എന്ന് പറഞ്ഞാൽ എന്തായി? ഇത് ഹദി ആണ് എന്നതിൽ സരീഹ് ആണ്. സുമ്മ റായിത്തു ബാദുഹും ഖാല, പിന്നെ അവരിൽ ചിലരെ ഞാൻ അറിഞ്ഞു. ഖാല, അവർ പറഞ്ഞതായിട്ട് അറിഞ്ഞു. വഫീ ദാലിക ഹറജുൻ ഷദീദ്, അങ്ങനെ വെക്കുന്നതിൽ ശക്തമായ ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ശക്തമായ ബുദ്ധിമുട്ടിനെ കൊണ്ട് ശറഅ് കൽപ്പിക്കുമോ? ശറഇന്റെ മഹാസുൽ ശരീഅത്ത് അതിന് എതിര് അല്ലേ എന്ന് ചിലർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. വകലാമുൽ അദ്റഈ, ഇമാം അദ്റഈ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കലാം യുഫ്ഹിമു, അതറിയിക്കുന്നു, ഖബൂല ഇറാദത്തിഹി, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവന്റെ ഉദ്ദേശത്തെ സ്വീകരിക്കും എന്ന്. അന്നഹു സയതതവഉ ബിൽ ഉളുഹിയ്യത്തി ബിഹാ, ഹാദിഹി ഉളുഹിയ്യത്തുൻ, ഇത് ഉളുഹിയ്യത്താണ് എന്ന് പറഞ്ഞാൽ അവൻ അതുകൊണ്ട് ഉളുഹിയ്യത്ത് അർക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന മാനാക്കാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ സുന്നത്തായ ഉളുഹിയ്യത്ത് ആക്കി അറക്കും. ആ മൃഗത്തെ കൊണ്ട് ഉളുഹിയ്യത്ത് അറക്കൽ കൊണ്ട് അവൻ തത്വമു ചെയ്യും എന്നാണ് അവൻ്റെ ഉദ്ദേശം എന്നവൻ ഉദ്ദേശിച്ചാൽ അത് സ്വീകരിക്കും എന്ന് അദ്റഈ ഇമാമിന്റെ കലാമ് അറിയിക്കുന്നുണ്ട്. വയുഅയ്യിദുഹു, അതിനെ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ശേഷം ഇതുകൊണ്ട് സുന്നത്തായ നിലക്ക് ഉളുഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നോ പറഞ്ഞാൽ അത് സ്വീകരിക്കും. അല്ലെങ്കിൽ അദ്റഈ ഇമാമിന്റെ ഈ വാക്കിനെ ശക്തിപ്പെടുത്തും. ഖൗലുഹും, അസ്ഹാബിന്റെ ഖൗൽ, യുസന്നു അൻ യഖൂല ബിസ്മില്ലാഹി ഹാദിഹി ഹഖീഖത്തു ഫുലാൻ, ബിസ്മില്ലാഹി ഹാദിഹി ഹഖീഖത്തു ഫുലാൻ, ഇത് ഫുലാനിന്റെ ഹഖീഖത്താണ്. ബിസ്മില്ലാഹി, അള്ളാഹിന്റെ പേര് കൊണ്ട് ഞാൻ അർക്കുന്നു. ഹാദിഹി, ഇത് അഖീഖത്ത് ഫുലാനിൻ, ഇത് ഫുലാനിന്റെ ഇന്നാലിന്ന ആളുടെ അഖീഖത്ത്. അറക്കുന്ന ആള് അറക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയൽ സുന്നത്താണ്. സലാത്തും സലാമും എല്ലാം അത് സുന്നത്താണ്. തക്ബീർ സുന്നത്താണ്. അപ്പൊ അങ്ങനെ ബിസ്മില്ലാഹി ഹാദിഹി അഖീഖത്ത് ഫുലാൻ, ഇവിടെ എന്ത് പറഞ്ഞു? ഹാദിഹി അഖീഖത്ത് ഫുലാനിൻ, ഇത് ഇന്നാലിന്റെ കുട്ടിയുടെ ഹഖീഖത്താണ്. അവിടെ ഹഖീഖത്ത് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നിർബന്ധമാവുകയാണെങ്കിൽ അതും നിർബന്ധമായി തീരണ്ടേ എന്നാണ് ഇവരുടെ ചോദ്യം. എന്തോടുകൂടെ? മാ തസ്രീഹിഹിം, അവർ വ്യക്തമാക്കി പറയലോടുകൂടെ ബിഹില്ലിൽ അക്രി മിൻഹ, അങ്ങനെ പറഞ്ഞ് അറുത്തിരിക്കുന്ന ആ ഹഖീഖത്തിൽ നിന്ന് തിന്നൽ ഹലാലാണ്. ആ കുട്ടിക്ക് തീറ്റിക്ക, കുട്ടി തിന്നാണെങ്കിൽ അല്ല,
അതുപോലെ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് അറുത്തിരിക്കുകയാണെങ്കിൽ ആ രക്ഷിതാവിനെ തിന്ന. അതുപോലെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവർ വനിയാണോ അല്ലേ എന്ന് വ്യത്യാസം നോക്കാതെ തിന്നൽ ഹലാലാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അന്നിറക്കി ആ പറഞ്ഞ പരാമർശം ബിസ്മില്ലാഹി ഹാദിഹി അക്കൈക്കത്ത് ഫുലാൻ എന്ന് പറയുമ്പോൾ വാക്കിന് അക്കൈക്കത്ത് ഫുലാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താണത്? ഫുലാനിൻ്റെ സുന്നത്തായ അക്കൈക്കത്താണിത് എന്നാണല്ലോ അതിൻ്റെ ഉദ്ദേശം. ഇന്ത